രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിന് മറുപടി പറഞ്ഞത് രണ്ട് സ്ത്രീകൾ തന്നെയായിരുന്നു. വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും. സ്ത്രീകൾ എന്നതിനപ്പുറം അതിൽ സോഫിയ ഖുറേഷി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുമുള്ള ആളാണെന്നത് ഈ രാജ്യത്തെ ജാതിമത വേർപാടുകളില്ല എന്ന ലോകത്തോട്, പ്രത്യേകിച്ച് പാകിസ്ഥാനോട് വിളിച്ചു പറയാൻ കാരണമായി. എന്നാൽ മതനിരപേക്ഷ രാജ്യമെന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോഴും അതിനിടയിലൂടെ വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നത് BJP തന്നെയാണ്. ഒരു മന്ത്രി രാജ്യം കാത്ത ധീര വനിതയെ ആക്ഷേപിക്കാൻ നാവ് പൊക്കുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, നിന്നെയൊക്കെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിന്റെ കുഴപ്പം തന്നെയാണ്. ഭീകരവാദികളുടെ സഹോദരി എന്നായിരുന്നു കേണൽ സോഫിയ ഖുറേഷിയെ BJP മന്ത്രി വിളിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം ചോദിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ മുൻനിരയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥയായിരുന്നു കേണൽ സോഫിയ ഖുറേഷി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രസംഗിക്കുകയാണ് മധ്യപ്രദേശ് മന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. നമ്മൾ അഭിമാനപൂർവ്വം കണ്ട രണ്ട് ധീര വനിതകളിൽ ഒരാളെ മാത്രം ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് BJP ഈ കടന്നാക്രമണം നടത്തിയതെന്ന് മനസ്സിലാക്കാം. എന്തായാലും മന്ത്രിയുടെ പ്രസംഗം വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. രാജ്യദ്രോഹത്തിന് തുല്യമാണ് പരാമർശം. അതുകൊണ്ട് തന്നെ ആർമി കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ മധ്യപ്രദേശ് സർക്കാരിലെ BJP മന്ത്രിയെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. തന്റെ എക്സ് അക്കൗണ്ടിലൂടെ വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവുമായിട്ടുള്ള അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. BJPയും RSSും സ്ത്രീവിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. പഹൽഗാമിലെ ആക്രമണത്തിൽ തീവ്രവാദികൾ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ തീവ്രവാദികൾക്ക് ഉചിതമായ മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂറിനായി രാജ്യം ഒന്നിച്ചു. ആദ്യം അവർ പഹൽഗാമിൽ രക്തസാക്ഷിത്വം വരിച്ച നാവിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ BJP മന്ത്രിമാർ നമ്മുടെ ധീരയായ ഉദ്യോഗസ്ഥയെ കുറിച്ച് മോശം പരാമർശങ്ങൾ നടത്തുന്നു. മോദിജി ഉടൻ മന്ത്രിയെ പുറത്താക്കണമെന്ന് ഖാർഗെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുമുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിജയ് ഷാ തന്റെ പ്രസംഗം ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചത്. നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത്. അവർ ഹിന്ദുക്കളെ കൊന്നു, ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി, അവരുടെ സിന്ദൂരം തുടച്ചു മാറ്റി. മോദിജി ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നാണ് വിജയ് ഷാ പറഞ്ഞത്. അവരുടെ മുസ്ലിം വിരുദ്ധത പോലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എത്രത്തോളം വർഗീയവാദികളാണെന്ന് ഓർത്തു നോക്കൂ. പ്രസംഗം എന്തായാലും വിവാദമായതോടെ BJP മന്ത്രി പ്രതികരിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന സ്വീകരിച്ച നടപടികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. തന്റെ പരാമർശങ്ങളെ വളച്ചൊടിക്കുന്നവരുടെ വിവേകത്തെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. സോഫിയ ഖുറേഷി രാജ്യത്തിന്റെ അഭിമാനമാണ്. ഞങ്ങൾ രണ്ട് സഹോദരിമാരെയും ബഹുമാനിക്കുന്നു എന്നായിരുന്നു വിജയ് ഷായുടെ പ്രതികരണം. വിഷയത്തിൽ പ്രതികരിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെയും BJP നേതൃത്വത്തിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭാര്യ സാധന സിംഗിനെതിരെ നടത്തിയ പരാമർശത്തിന് പിന്നിലെ ഉണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് വിജയ് ഷാ പണ്ട് രാജിവെച്ചിരുന്നു. 2013-ലായിരുന്നു സംഭവം. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മന്ത്രിസഭയിൽ നിന്നുമാണ് അന്ന് വിജയ് ഷാ രാജിവെച്ചത്. ഖണ്ഡ്വ ജില്ലയിലെ ഹർസുൻ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 8 തവണ MLA ആയി തെരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ് വിജയ് ഷാ. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്തും BJP മന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ രാജിവെക്കുന്നത് തന്നെയാണ് ഈ സമൂഹത്തിനും നല്ലത്.